ഇന്ന് തൊട്ടാണ് മക്കളെ മുംബൈയിലുള്ള ശരിക്കുള്ള ആഘോഷങ്ങൾ അങ്ങോട്ട് തുടങ്ങാൻ പോണെ. ഇന്ന് രാവിലെ വെളുപ്പിനാണ് എത്തിയെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ നിന്ന് നമ്മുടെ റൂമിലേക്ക് പോന്നിട്ടുണ്ടായി. പിന്നെ അത് കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി നമ്മള് കല്യാണ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടാ. ഇന്ന് വൈകിട്ടാണ് നമ്മുടെ സംഗീത് ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെ ഇന്ന് വേറെ കറക്കങ്ങളൊന്നുമില്ല. സംഗീത് നൈറ്റിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ കോസ്റ്റ്യൂം ഇതാണ് കേട്ടാ. ഞാനൊരു ലെഹങ്കയാണ് ഇട്ടത്, പ്രിയ ഒരു ഗൗണാണ് ഇട്ടത്. ഞാൻ മുമ്പ് എപ്പോഴോ ഏതോ ഒരു ഫംഗ്ഷന് വേണ്ടി വാങ്ങിച്ചതാണ്. അത് തന്നെയാണ് കേട്ടാ ഇന്ന് ഞാൻ ഇടുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി നമ്മുടെ താമസ സ്ഥലത്ത് നിന്ന് കല്യാണ വീട്ടിലേക്ക് എത്തി. അവിടെ എത്തിപ്പിണ്ടടാ നാട്ടിൽ നിന്ന് വന്നവരും ഇവിടെയുള്ളവരും ഒക്കെ മഞ്ഞക്കിളികളായിട്ട് നിൽക്കണു. ഇത് കോയിൻസിഡൻസ് ആന്ന് അവര് പറയണേ. ഞങ്ങൾക്ക് അത്രയും വിശ്വാസം തോന്നിയില്ല കേട്ടാ. അങ്ങനെ നമ്മളെല്ലാവരും ചെക്കനടക്കം സംഗീത നൈറ്റിന് വേണ്ടി റെഡിയായി. ഇതാണ് നമ്മുടെ ശശാങ്ക്, നമ്മുടെ കല്യാണ ചെക്കനാണ് കേട്ടാ. അപ്പൊ നമുക്ക് പ്രോഗ്രാം നടക്കണ ഹാളിലേക്ക് പോവാ അല്ലെ. നമ്മുടെ സംഗീത നൈറ്റ് ഫംഗ്ഷൻ എന്തായാലും അടിപൊളിയായിരുന്നു. എന്താന്ന് വെച്ചാൽ ഒരു ഓപ്പൺ എയർ ആയിട്ടുള്ള ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിലായിരുന്നു പരിപാടി. അപ്സ്റ്റെയർ ആയിരുന്നു. എല്ലാവർക്കും അവിടുത്തെ സെറ്റപ്പ് ഭയങ്കര ഇഷ്ടമായി. എന്തോരം ഫോട്ടോസ് എടുത്തിട്ടും ഞങ്ങൾക്ക് മതിയാവണുണ്ടായില്ല. അതുപോലെ ഒരു സ്ഥലമായിരുന്നു കേട്ടോ അത്. ഇതാണ് ഞങ്ങളുടെ ഓമനു. എന്റെ അമ്മായിമേനെ കണ്ടല്ലേ എന്ന് കുറെ പേര് പറഞ്ഞില്ലേ. അപ്പൊ ആ വിഷമം അങ്ങോട്ട് തീരട്ടെ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഓമനു. ഇത് ഞങ്ങളുടെ അനിയത്തിക്കുട്ടിയായിട്ടുള്ള പ്രിയാണ്. നമ്മുടെ സുനിതേച്ചിയുടെ മോളാണ്. ആളുടെ മോളാണ് കേട്ടോ പാറുക്കുട്ടി. അപ്പൊ പിന്നെ ഇനി നമ്മുടെ സംഗീത നൈറ്റ് അങ്ങോട്ട് ആരംഭിക്കുകയാണ് കേട്ടാ. ഇത് നമ്മുടെ ജാനുക്കുട്ടി ആജിക്കിറാത്ത് എന്ന് പറഞ്ഞ സോങ്ങിന് ഡാൻസ് കളിക്കുന്നതാണ് കേട്ടാ. ഒരു കാര്യം എടുത്തു പറയാതെ വയ്യ, നമ്മുടെ ശശാങ്കിന്റെ അനിയത്തി സൃഷ്ടിക്കുട്ടിയാണ് ഈ പ്രോഗ്രാമിന്റെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തത്. അത് അവള് ഭംഗിയായിട്ട് തന്നെ ചെയ്തു എന്ന് പറയണം. അത്ര അടിപൊളി പരിപാടിയായിരുന്നു കേട്ടാ. ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ ആളായിട്ടുള്ള സൃഷ്ടിക്കുട്ടി കേട്ടാ. സൃഷ്ടി ഒരു അടിപൊളി ഡാൻസർ ആണ് കേട്ടാ. പിന്നെ അങ്ങോട്ട് സൃഷ്ടിയുടെ ഡാൻസും ശശാങ്കിന്റെയും പ്രേരണയുടെ ഡാൻസും അങ്ങനെ ഓരോരോ ഡാൻസുകളായിട്ട് അങ്ങോട്ട് തുടങ്ങിയിട്ടാ. പ്രേരണയാണ് കേട്ടാ നമ്മുടെ ബ്രൈഡ്. പിന്നെ ഞാനും പ്രിയും വെറും ഒരു ദിവസം കൊണ്ട് മാത്രം പ്രാക്ടീസ് ചെയ്ത് കളിച്ച ഒരു ഗംഭീര ഡാൻസ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ കാണേണ്ടതാണ് മക്കളെ, കാണേണ്ടതാണ്. ഞങ്ങള് കളിച്ചതായതുകൊണ്ട് പറയല്ല, ഇത് ഫുള്ള് നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തീരാ നഷ്ടമാണ്. ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പ്രിയ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊന്നു ചേച്ചി നമ്മുടെ ഡാൻസ് ഒഴിച്ചു ബാക്കിയൊക്കെ അപ്ലോഡ് ചെയ്തോ, ദൈവത്തെ ഓർത്ത് നമ്മുടെ ഇടല്ലേന്ന്. അതെങ്ങനെയാ പ്രിയെ, അത് ഇടാണ്ട് പറ്റില്ലല്ലോ എന്ന് ഞാനും പറഞ്ഞു. എന്തായാലും നനഞ്ഞു, ഇനി അങ്ങോട്ട് കുളിച്ചു കയറാന്ന് ഞാനും തീരുമാനിച്ചു. പിന്നെ നമ്മുടെ മാത്രല്ല, ചെക്കന്റെ വീട്ടുകാരുടെ സ്പെഷ്യൽ പരിപാടി ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഒക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ ലോങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്തിനാ ഇത്രയേറെ പറയണേ, നമ്മുടെ രാജേഷ് ഏട്ടനും പ്രശാന്ത് ഏട്ടനും വരെ ഡാൻസ് കളിച്ചു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും നാള് ഇത്രയും കഴിവുകൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഇവര് നടന്നിരുന്നേന്നുള്ളത് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്. അപ്പൊ ആരും മറക്കണ്ട, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഈ ഡാൻസുകളെല്ലാം യൂട്യൂബ് ലോങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടാ.